നമസ്കാരം. സീക്രട്ട് വിസ്ഡമിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ആദ്യ ഭാഗത്തിൽ കാമവാസനയുടെ അടിസ്ഥാന സ്വഭാവങ്ങളെക്കുറിച്ചും ചാണക്യനീതിയെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ ഇതിന്റെ കൂടുതൽ ആഴത്തിലുള്ള തലങ്ങളിലേക്ക് കടക്കുകയാണ്. കാമവാസന എന്നത് വെറുമൊരു ചിന്തയല്ല, അതൊരു ഊർജ്ജമാണല്ലെങ്കിൽ ഒരു ഭൂതത്തെ പോലെയാണ്. ഈ ഭൂതം ഒരാളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചാൽ അയാൾക്ക് തന്റെ മരണത്തെയോ നിയമത്തെയോ എന്തിന് തൂക്കുകയറിനെയോ പോലും ഭയമില്ലാതാകുന്നു. ബലാത്സംഗം പോലുള്ള അതിക്രൂരമായ കുറ്റകൃത്യങ്ങളിലേക്ക് ഒരു മനുഷ്യനെ നയിക്കുന്നത് നിയന്ത്രണമില്ലാത്ത ഈ ഊർജ്ജമാണ്. അതുകൊണ്ടുതന്നെ നമ്മുടെ അടുത്ത തലമുറയോടും കുട്ടികളോടും ഇതിനെക്കുറിച്ച് പ്രത്യക്ഷമായോ പരോക്ഷമായോ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഊർജ്ജത്തെ എങ്ങനെ മെരുക്കാം? ഗൗതമ ബുദ്ധനും ഭഗവത്ഗീതയും നൽകുന്ന പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അറിവായിരിക്കും. കാമവാസനയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഗൗതമബുദ്ധന്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ നമുക്ക് വലിയൊരു പാഠം നൽകുന്നുണ്ട്. ബുദ്ധന്റെ ശിഷ്യനായ ഷോൺ ഒരു രാജകുമാരനായിരുന്നു. അദ്ദേഹം ഭിക്ഷാടനത്തിനായി ശ്രവിക എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഒരിക്കൽ ആ സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഷോണിന്റെ മനസ്സിൽ ലൈംഗിക ചിന്തകൾ അഥവാ കാമവാസന ഉണർന്നു. എന്നാൽ ആ സ്ത്രീക്ക് മറ്റുള്ളവരുടെ ചിന്തകൾ വായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. തന്റെ മനസ്സിലെ മോശം ചിന്തകൾ അവൾ വായിച്ചുവെന്നറിഞ്ഞപ്പോൾ ഷോൺ ഭയന്നു വിറയ്ക്കുകയും ബുദ്ധന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയും ചെയ്തു. ഇനിയൊരിക്കലും അവിടെ പോകില്ലെന്ന് ഷോൺ ബുദ്ധനോട് പറഞ്ഞു. എന്നാൽ ബുദ്ധൻ നൽകിയ മറുപടി ശ്രദ്ധേയമായിരുന്നു. നീ അവിടെ പോകണം, പക്ഷേ ബോധപൂർവം പോകുക. നിന്റെ ഉള്ളിൽ ഉണരുന്ന ചിന്തകളെയും ആഗ്രഹങ്ങളെയും വെറുമൊരു കാഴ്ചക്കാരനായി നിരീക്ഷിക്കുക. ചിന്തകളെ അടിച്ചമർത്താനല്ല, മറിച്ച് അവയെ വെറുതെ നിരീക്ഷിക്കാനാണ് ബുദ്ധൻ നിർദ്ദേശിച്ചത്. ബുദ്ധന്റെ വാക്കുകേട്ട് അടുത്ത ദിവസം ഷോൺ വീണ്ടും അവിടെ പോയി. എന്നാൽ ഇത്തവണ അയാൾ തന്റെ ഓരോ ശ്വാസത്തിലും ഓരോ ചുവടിലും അതീവ ശ്രദ്ധാലുവായിരുന്നു. തന്റെ ഉള്ളിൽ ഒരു ചിന്ത ഉണരുന്നത് കാണുമ്പോൾ അയാൾ അതിനെ വെറുതെ നിരീക്ഷിച്ചു. അത്ഭുതകരമെന്ന് പറയട്ടെ, ഷോൺ ആ വീടിനുള്ളിൽ കടന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. മനസ്സ് പൂർണ്ണമായും ശാന്തമായിരുന്നു. ഇവിടെ ബുദ്ധൻ പഠിപ്പിക്കുന്ന രഹസ്യം ഇതാണ്: ചിന്തകളെ ഇല്ലാതാക്കാനുള്ള വഴി ആ ചിന്തയെക്കുറിച്ച് പൂർണ്ണബോധവാനാവുക എന്നതാണ്. ഒരു ചിന്തയെ നിങ്ങൾ എത്രത്തോളം ബോധപൂർവം നിരീക്ഷിക്കുന്നുവോ അത്രത്തോളം ആ ചിന്തയ്ക്ക് നിങ്ങളുടെ മേലുള്ള അധികാരം നഷ്ടപ്പെടും. നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ പ്രവാഹത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ബോധവാന്മാരല്ല, അതുകൊണ്ടാണ് അവ നമ്മളെ വേട്ടയാടുന്നത്. ഇതിന് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാം? ഒരു ചെറിയ വ്യായാമം ചെയ്തു നോക്കൂ. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളുടെ ചിന്തകൾ വായിക്കാൻ കഴിയുമെന്ന് സങ്കൽപ്പിക്കുക. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകും. ഈ ശ്രദ്ധ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ആഗ്രഹങ്ങളെ കുറയ്ക്കുകയും ചെയ്യും. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്നതുപോലെ അഭ്യാസവും വൈരാഗ്യവും ഇവിടെ പ്രധാനമാണ്. മനസ്സ് തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ അതിനെ ശരിയായ ദിശയിലേക്ക് തിരികെ കൊണ്ടുവരാൻ പരിശീലിക്കുക. കൂടാതെ ലൗകിക സുഖങ്ങളെ ആസക്തിയില്ലാതെ അനുഭവിക്കാൻ പഠിക്കുക. ഇതാണ് വിജയമന്ത്രം. തെറ്റായ ദിശയിലേക്ക് വലിക്കുന്ന ഊർജ്ജത്തേക്കാൾ കൂടുതൽ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ശരിയായ ജോലിയിലോ ലക്ഷ്യത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പോൾ മോശം ചിന്തകൾ തനിയെ ഇല്ലാതാകും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ഭരിക്കാൻ അനുവദിക്കരുത്. ഉള്ളിലെ വിളക്ക് തെളിക്കുമ്പോൾ ഇരുട്ടുമാറുന്നതുപോലെ ബോധപൂർവമായ നിരീക്ഷണത്തിലൂടെ കാമവാസന എന്ന ഭൂതത്തെ നിങ്ങൾക്ക് മെരുക്കാം. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ രഹസ്യങ്ങൾക്കായി സീക്രട്ട് വിസ്ഡം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നന്ദി.